ടോപ്പേഴ്സ് അക്കാദമിയിൽ 2026-27 അക്കാദമിക് വർഷത്തേക്കുള്ള +1, +2 സയൻസ് എൻട്രൻസ് ഓറിയന്റഡ് ട്യൂഷൻ ക്ലാസുകളിലേക്കും 8, 9, 10 ട്യൂഷൻ ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നമ്മുടെ കുട്ടിയുടെ ഭാവി സുരക്ഷിതമാക്കാൻ നമുക്കും ടോപ്പേഴ്സിന്റെ ഭാഗമാകാം. എ ഡിഫറന്റ് അപ്രോച്ച് ടു സക്സസ്. പുത്തൻ വികസന കാഴ്ചപ്പാടോടെ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2026-27 വാർഷിക പദ്ധതികളുടെ ഭാഗമായി വികസന സെമിനാർ സംഘടിപ്പിച്ചു. എ പി അനിൽകുമാർ MLA സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ബിബി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സെമിനാറിൽ ഇഫ്താർ വിരുന്നും സംഘടിപ്പിച്ചു. പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിച്ചു. അതിന്റെ പരിമിതികളെക്കുറിച്ച് പറഞ്ഞു, പ്രയാസങ്ങളെക്കുറിച്ച് പറഞ്ഞു. നമുക്കറിയാം, ത്രിതല പഞ്ചായത്ത് രൂപം കൊണ്ട കാലം മുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രശ്നം ബ്ലോക്ക് പഞ്ചായത്തുകളുടെ പരിമിതികളാണ്. കാരണം ഗ്രാമപഞ്ചായത്തുകൾക്ക് ഗവൺമെന്റിന്റെ പദ്ധതി വീതമുണ്ട്, ഓൺ ഫണ്ടുണ്ട്. ജില്ലാ പഞ്ചായത്തുകൾക്ക് വളരെ വലിയ രീതിയിലുള്ള ഗവൺമെന്റ് സപ്പോർട്ടുണ്ട്. പക്ഷെ ബ്ലോക്ക് പഞ്ചായത്തിന് വളരെയധികം പരിമിതികളുണ്ട്, ഫണ്ടിന്റെ കാര്യത്തിൽ ഉൾപ്പെടെ. പക്ഷെ അതൊക്കെ ആണെങ്കിലും കേരളത്തിലെ പല ബ്ലോക്ക് പഞ്ചായത്തുകൾ ആ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ചരിത്രമാണ്. ജനകീയ പിന്തുണയോടുകൂടി ബ്ലോക്ക് പഞ്ചായത്തുകൾ നടത്തിയ പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്തുകളെക്കാൾ കൂടുതൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ബ്ലോക്ക് പഞ്ചായത്തുകൾക്കും കഴിയും എന്ന് തെളിയിച്ച ബ്ലോക്ക് പഞ്ചായത്തുകളുണ്ട്. കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പുതിയ ഭരണസമിതിയാണ്. എനിക്ക് തോന്നുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണെങ്കിലും മറ്റംഗങ്ങളാണെങ്കിലും ഒക്കെ തന്നെ വിവിധ തലങ്ങളിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത്, നമ്മുടെ ഈ ഡിവിഷനെ തന്നെ പ്രതികരിച്ച് 5 വർഷം ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുള്ള ശ്രീമതി ജസീറയാണ്. അതുപോലെ ഞാൻ ഓരോരുത്തരെയും പറയുന്നില്ല. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ബ്ലോക്ക് ഭരണസമിതിയിലുണ്ട്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാരായിരുന്നവരുണ്ട്. അങ്ങനെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള, അതോടൊപ്പം സംഘടനാ രാഷ്ട്രീയ രംഗത്തൊക്കെ മുതിർന്ന ആളുകൾ ബ്ലോക്ക് പഞ്ചായത്തിന്റെ അംഗങ്ങളായി വന്നിട്ടുണ്ട്. 12,51,77,000 രൂപയാണ് കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് പദ്ധതി വിഹിതമായി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ആകെ പദ്ധതി വിഹിതം. പദ്ധതി വിഹിതം 100% ചിലവഴിക്കുന്ന വിധത്തിൽ പദ്ധതികൾ തയ്യാറാക്കി പുത്തൻ വികസന കാഴ്ചപ്പാടോടെയാണ് കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ടു പോകുന്നത്. ഇതിന്റെ ഭാഗമായി നടപ്പാക്കാൻ കഴിയുന്ന പദ്ധതികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജസീറയും വൈസ് പ്രസിഡന്റ് കേമ്പിൽ രവിയും പറഞ്ഞു. ബ്ലോക്കിന് കീഴിലെ വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഇംപ്ലിമെന്റിംഗ് ഓഫീസർമാർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സെമിനാറിൽ പങ്കെടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജസീറ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P ഷിജിമോൾ പദ്ധതി വിശദീകരണം നടത്തി. ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ PA മജീദ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ MK മുസ്തഫ, അബ്ദുൽ ലത്തീഫ്, റൈഹാനത്ത് കുർമാടൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, സ്റ്റാൻഡിംഗ് സമിതി അധ്യക്ഷന്മാരായ K അബ്ദുൽ ഹമീദ്, റഫീഖ മറ്റത്തൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. വൈസ് പ്രസിഡന്റ് കേമ്പിൽ രവി സ്വാഗതവും BDOR ജ്യോതിഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാളികാവ്.